നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ എന്താണ്, സഹാബാക്കളുടെ ഹിജ്റ എന്താണ് എന്ന് പഠിക്കുമ്പോൾ ബദറിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാവും. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ സഹാബാക്കൾ അവരുടെ സമ്പാദ്യങ്ങളെല്ലാം മക്കയിൽ ഇട്ടിട്ടാണ് പോയത്. ഒന്നും കൊണ്ടുപോകാൻ അവരെ അനുവദിച്ചില്ല. അവരൊന്നും കൊണ്ടുപോയിട്ടുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ് മക്കയുടെ സമയത്ത് മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ എവിടെയാണ് നബിയെ മക്കയിൽ നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സഹാബാക്കൾ ചോദിക്കുന്നു. നബിയുടെ സ്വന്തം നാടാണ്, സ്വന്തം വീടിരുന്ന സ്ഥലമാണ്. ആ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. നമ്മൾ വിചാരിക്കും ആ നാട്ടിൽ നബിയുടെ പഴയ വീടൊക്കെ ഉണ്ടായിരുന്നു, നേരെ ആ വീട്ടിൽ ചെന്നാണ് നബി താമസിച്ചത്. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ഹൽ തറക്കലന അഖീലുൻ മിൻ മൻസിലി, നമുക്ക് എന്തെങ്കിലും ഇവിടെ ബാക്കിയുണ്ടോ? ഒന്നുമില്ല. എല്ലാം അന്യാധീനപ്പെട്ടു പോയി, ഒന്നും നമ്മുടേതായിട്ടില്ല. സുഹൈബ് റളിയല്ലാഹുവിൻ്റെ ഹിജ്റ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സുഹൈബ് റളിയല്ലാഹുവിന് ഹിജ്റ ചെയ്ത് നാട്ടിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. വഴിയിൽ നിന്നും ശത്രുക്കൾ ഖുറൈശികൾ പിടിച്ചു. അദ്ദേഹത്തോട് തടസ്സം നിന്നു, യാത്രയ്ക്ക് തടസ്സം നിന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്, അത് പറഞ്ഞോളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ സമ്പാദിച്ചത് മുഴുവൻ മക്കയിൽ ഇട്ടിട്ട് പോകണം, എന്നാൽ നിങ്ങളെ വിടാം. അപ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഞാൻ വളരെ രഹസ്യമായി ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പോയി എടുത്തോളി, എന്നെ മദീനയിലേക്ക് പോകാൻ അനുവദിക്കും. ഇങ്ങനെയാണ് സഹാബാക്കൾ ഹിജ്റ ചെയ്തത്. അവരുടെ ജീവിതം കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ മക്കയിൽ ഇട്ടിട്ട്, അല്ലെങ്കിൽ മക്കയിൽ കൊടുത്തു പോകേണ്ടുന്ന നിർബന്ധ സാഹചര്യത്തിൽ ഒന്നുമില്ലാത്തവരായി മദീനയിലേക്ക് പോയവരാണ്. അതുകൊണ്ടാണ് അൻസാറുകൾ അത്ര വലിയ മഹാന്മാരായി മാറിയത്. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ. ഹിജ്റ ചെയ്തു വരുന്ന മദീനയിലേക്ക് വന്ന സഹാബാക്കളെ, മുഹാജിറുകളെ പുനരധിവസിപ്പിച്ചത് മദീനക്കാരായ സഹാബാക്കളാണ്. അവര് വീടും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്ത് മദീനയിലേക്ക് വന്ന സഹാബാക്കളെ, മുഹാജിറുകളെ സ്വീകരിച്ചവരാണ്. അപ്പോൾ ആ നിലയിൽ എല്ലാം ഇട്ട് മക്കയിൽ നിന്നും പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്ത് മുഴുവൻ കൈക്കലാക്കിയത് മക്കയിലെ ഈ ജനങ്ങളാണ്. അവരാണ് ഇപ്പോൾ ഒരു കച്ചവട യാത്ര നടത്തുന്നത്. അതിൽ വലിയൊരു ഭാഗം ഈ മദീനയിൽ കഴിയുന്ന നബിയുടെയും സഹാബത്തിൻ്റെയും മുതലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ദുർബലപ്പെടുത്താൻ തീരുമാനിച്ചത്. മാത്രമല്ല, ഈ യാത്രാ സംഘത്തിന് മറ്റൊരു ലക്ഷ്യവും കൂടെയുണ്ട്. ഈ വലിയ ബിസിനസ് നടത്തിയിട്ട് കിട്ടുന്ന ലാഭം ആയുധം വാങ്ങാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണ്. ഒരു രഹസ്യ റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുകയാണത്. ഒരു വലിയ കച്ചവട സംഘം പോകുന്നുണ്ട്, മക്കക്കാരെല്ലാവരും അതിൽ മുതൽ മുടക്കിയിട്ടുണ്ട്, നിർബന്ധമായും അതിലേക്ക് ഫണ്ട് ശേഖരിച്ചിരിക്കുകയാണ്. അതിൽ കിട്ടുന്ന ലാഭം കൊണ്ട് ആയുധം വാങ്ങണം, എന്നിട്ട് മദീനയെ ആക്രമിക്കണം. ഇത് മക്കക്കാരുടെ പദ്ധതിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സംഘത്തെ ദുർബലപ്പെടുത്തണം. ഇവര് കച്ചവടം നടന്ന് പോകുന്ന ആ സംഘത്തിനെ ദുർബലപ്പെടുത്തിയില്ല എങ്കിൽ അത് ആയുധങ്ങളായി വീണ്ടും മദീനയിലേക്ക് വരും. അതിനുള്ള നടപടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത്. മറ്റൊന്ന്, ആദ്യം പറഞ്ഞതുപോലെ ഈ സമ്പത്തിൽ അവരുടെ അവകാശങ്ങളുണ്ട്. അവരുടേത് പിടിച്ചടക്കിയ സ്വത്താണ് മക്കക്കാര് പലരും ഉപയോഗിക്കുന്നത്. ഈ കാരണങ്ങളുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന വലിയ ഒരു കച്ചവട സംഘത്തെ വഴിയിൽ വെച്ച് തടയാൻ തീരുമാനിച്ചു. ഈ വിവരം പക്ഷേ അബൂ സുഫിയാൻ അറിയുന്നു. അബൂ സുഫിയാൻ ഉടനെ തന്നെ ഒരാളെ നേരെ മക്കയിലേക്ക് അയക്കുന്നു. മക്കയിലേക്ക് ആ വ്യക്തി അതിവേഗത്തിലെത്തുന്നു. എന്നിട്ട് അബൂ ഖുബൈസ് മല, അവിടെ അന്നത്തെ വാർത്താവിനിമയ രീതികളിൽ പ്രധാനം അബൂ ഖുബൈസ് മലയാണ്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഉറക്കെ വിളിക്കും. അങ്ങനെ ഈ വന്ന മനുഷ്യൻ ഉറക്കെ വിളിച്ചു,
വിളിച്ചപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് ആദ്യം തുടങ്ങുന്നത് ആ മലയുടെ മുകളിൽ നിന്നാണ്. ഉറക്കെ വിളിച്ചപ്പോൾ ആളുകൾ കൂടി. എന്നതുപോലെ നിങ്ങളുടെ കച്ചവട സംഘം വഴിയിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടണം. മക്കയിൽ നിന്നും അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെട്ടു. അവർ യുദ്ധത്തിന് പുറപ്പെടുക, എല്ലാവിധ ആയുധങ്ങളും ശേഖരിച്ചിട്ടാണ്. എല്ലാവരും ഈ സംഘത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധപൂർവം അബൂജഹല് എല്ലാവരെയും വിളിച്ചു കൂട്ടി. അങ്ങനെ വലിയൊരു സംഘം സർവായുധ സജ്ജരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരെ നീങ്ങുന്ന ഒരു സംഭവമാണ് ബദറിന്റെ. അപ്പോൾ നബിയും സഹാബത്തും ആ ഒരു തയ്യാറെടുപ്പിലല്ല. നബി പുറപ്പെട്ടത് പെട്ടെന്നൊരു വിവരം അറിയുന്നു, യാത്രാസംഘമാണ്, അവരെ നേരിടാൻ വലിയ ആയുധത്തിന്റെ ആവശ്യമില്ല, വലിയ തയ്യാറെടുപ്പിന്റെ ആവശ്യമില്ല, അവർ ദുർബലമായ സംഘമാണ്, യുദ്ധ സൈന്യമല്ല, യാത്രാസംഘമാണ്. ഇപ്പൊ യാത്രാസംഘത്തിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഒരു ചെറിയ പദ്ധതിയായിട്ടാണ് റസൂല് പുറപ്പെടുന്നത്. മറ്റവര് ഒരു യുദ്ധ സൈന്യമായിട്ടാണ് പുറപ്പെടുന്നത്. ഇവിടെ 3 സംഘങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് നബിയും സഹാബത്തും, മറ്റൊന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്നും സിറിയയിലേക്ക് പോയ വലിയ ഒരു കച്ചവട സംഘം, മൂന്നാമത്തേത് കച്ചവട സംഘം വഴിയിൽ ആക്രമിക്കപ്പെടും എന്നറിഞ്ഞ് മക്കയിൽ നിന്നും പടയെടുത്തു വരുന്ന അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സൈനിക വ്യൂഹം. ഈ 3 സംഘങ്ങളാണുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഷാവറ ചെയ്തു സഹാബാക്കളോട്. അവരവിടെയും മുഷാവറ ചെയ്തു. രണ്ടിടത്തും കാര്യമായ കൂടിയാലോചനകൾ നടന്നു. അവർ നടത്തിയ ആലോചന, അബൂ സുഫിയാൻ സംഘവും ഈ നേരത്ത് വളരെ വിദഗ്ധമായി റസൂലിന്റെ വഴി തെറ്റിച്ച് മക്കയിലേക്കെത്തി. അപ്പോ അബൂജഹലിന്റെ കൂട്ടത്തിലുള്ളവർ ആലോചിച്ചു, നമ്മുടെ കൂടെയുള്ളവർ സുരക്ഷിതമായി എത്തി, ഇനി നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? പലരും പറഞ്ഞു ഒരാവശ്യമില്ല, തിരിച്ചു പോകണം. പക്ഷെ അബൂജഹലിന് ഒരൊറ്റ നിർബന്ധം, നമ്മൾ പോയേ പറ്റൂ, നമ്മൾ പോണം, ബദർ എന്ന് പറയുന്ന സ്ഥലത്തെത്തണം, അവിടെ ചെന്നൊരു 3 ദിവസം താമസിക്കണം, എന്നിട്ട് അവിടെ കുറെ കലാപരിപാടികളൊക്കെ നടത്തി വിജയഭേരി മുഴക്കി നമുക്ക് മക്കയിലേക്ക് മടങ്ങിപ്പോകണം. ഇതാണ് അവരുടെ ഉദ്ദേശം. നബി സഹാബാക്കളോട് ആലോചിച്ചു, നമ്മളെന്താണ് വേണ്ടത്? നമ്മൾ ലക്ഷ്യം വെച്ച് വന്ന സംഘം രക്ഷപ്പെട്ടു, ഇനി വരുന്നത് വലിയൊരു യുദ്ധ സൈന്യമാണ്, അവരെ നേരിടാനുള്ള ആയുധമൊന്നും നമ്മുടെ കയ്യിലില്ല, നമ്മൾ ചെറിയ ആൾക്കാരേ ഉള്ളൂ, കുറച്ചാളേ ഉള്ളൂ, കുറച്ച് ആയുധങ്ങളേ ഉള്ളൂ, അവർ വലിയ സംഘമാണ്, വലിയ ആയുധങ്ങളുണ്ട്, എന്താണ് വേണ്ടത്? പലരും പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം, അവരെ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അങ്ങ് തീരുമാനിച്ചു, എന്താന്ന് വെച്ചാൽ നമ്മൾ റെഡിയാണ്, നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. വീണ്ടും ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങ് തീരുമാനിച്ചാൽ അതാണ് തീരുമാനം, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല, തീരുമാനമെടുക്കുക, അത് നടപ്പിലാക്കാൻ ഞങ്ങളൊപ്പം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദുൽ അസ്വദ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, നബി അങ്ങ് തീരുമാനിക്കുന്ന പോലെ നമുക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം വീണ്ടും ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നബിയുടെ മനസ്സിലുള്ളത് അൻസാറുകളായ സഹാബാക്കളാണ്, മദീനക്കാരായ സഹാബാക്കളാണ്. കാരണം മദീനക്കാരുമായിട്ട് നടത്തിയിട്ടുള്ള കരാറിൻ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോൾ കുറെ വ്യവസ്ഥകൾ, കരാറുകൾ ചെയ്തിട്ടുണ്ട്. ആ കരാറനുസരിച്ച് മദീനയിലേക്ക് നബിയെ ആക്രമിക്കാൻ ആരെങ്കിലും സൈന്യമെടുത്തു വന്നാൽ അവരെ സംരക്ഷിക്കാം, അവർക്കെതിരെ പ്രതിരോധിക്കാം എന്ന് മദീനക്കാര് വാക്കുകൊടുത്തിട്ടുണ്ട്. പക്ഷെ മദീനയുടെ പുറത്തു പോയി ഒരക്രമത്തിന് അവർ വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ അൻസാറുകൾ ഒപ്പം നിൽക്കോ ഇല്ലേ, ഏതാണ് റസൂലിന് അറിയാം. ആവർത്തിച്ച് അവർ ചോദിച്ചപ്പോൾ അൻസാറുകളുടെ പ്രധാനപ്പെട്ട വ്യക്തി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, നബി അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്, ചോദ്യത്തിന്റെ ആവർത്തനം കണ്ടിട്ട്. അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ തീർത്തു പറയുന്നു, അങ്ങ് എങ്ങോട്ട് നയിച്ചോ അവിടേക്ക് ഞങ്ങൾ വരും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ സൈന്യത്തിന്റെ ബദറിലേക്ക് പോകാൻ തീരുമാനിച്ചു. അല്ലാഹു തആല പറയുന്നുണ്ട്, ഇത് യഇദുകുമുല്ലാഹു യഹ്ദ ത്വായിഫതൈനി അന്നഹാ ലക്കും വതവദ്ദൂന അന്ന ഗൈറ ദാതി ശൗകതി തകൂന ലക്കും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ വാഗ്ദാനം ചെയ്തു, രണ്ടാളൊരു സൈന്യത്തെ ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി, രണ്ടാളൊരു സംഘത്തെ ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു ദുർബലമായ സംഘത്തോട് പോരടിക്കാൻ,
പക്ഷേ ഞാൻ തീരുമാനിച്ചത് ശക്തരായ സംഘത്തോട് നിങ്ങൾ പോരടിക്കണം. അങ്ങനെ ആ ഒരു ആദ്യ പോരാട്ടത്തിൽ, സത്യവും അസത്യവുമായി നടക്കുന്ന ആദ്യത്തെ പോരാട്ടത്തിൽ ദുർബലരായ ഒരു സംഘം 10, 13, 14 കൊല്ലത്തോളം അനുഭവിച്ച അക്രമങ്ങളും മർദ്ദനങ്ങളുമെല്ലാം ഒരു വഴിത്തിരിവിലേക്ക് മാറുന്ന ഒരു സന്ദർഭം. ഈ ദുർബലരായ സംഘം ഒന്നായി ചേരുകയും ഇതുവരെ ഉണ്ടായിരുന്ന അക്രമികൾ മറുഭാഗത്തൊരു ശക്തിയായി ചേരുകയും ചെയ്യുമ്പോൾ ഒരു രണാങ്കണത്തിൽ മുഖാമുഖം നിൽക്കുമ്പോൾ അവിടെ കൃത്യമായി വിജയം ഈ ദുർബലർക്കുണ്ടാകണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. അള്ളാഹു തല സത്യത്തെ സ്ഥാപിക്കാനും അധർമ്മത്തെ, അക്രമകാരികളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനും തീരുമാനിച്ചു. അതിന്റെ ഫലമായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ബദറിനെ സംബന്ധിച്ച് ഒരുപാട് ആവർത്തി പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പറയുന്നിടത്തെല്ലാം അള്ളാഹു തആല പറയുന്നുണ്ട് അള്ളാഹുവിന്റെ തീരുമാനം. അള്ളാഹു നടക്കണം എന്ന് തീരുമാനിച്ചു, നിങ്ങൾ വേണ്ട തീരുമാനിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അവിടെ നടന്നു. വലൗ തബഅതും ലഖ്തലഫ്തും ഫിൽ മിആദ്. അള്ളാഹു തആല പറയുന്നുണ്ട് നിങ്ങൾ നേരത്തെ തന്നെ കണക്ക് കൂട്ടി പരസ്പരം സംസാരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു, നിങ്ങൾ അവിടെ നിന്ന സമയത്ത് പുറപ്പെടണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബദറിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് നിങ്ങൾ നേരത്തെ തന്നെ സമയവും നാളും നാഴികയും എല്ലാം കുറിച്ച് നിങ്ങൾ 2 സൈന്യം പുറപ്പെട്ടിരുന്നെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ആ സ്ഥലത്ത് ഇത്ര കൃത്യമായി എത്തുമായിരുന്നില്ല. പക്ഷേ നിങ്ങൾ 2 കൂട്ടരെയും ഇത്ര കൃത്യമായി ബദറിന്റെ രണാങ്കണത്തിൽ എത്തിച്ചത് ഞാനാണ്. എന്റെ തീരുമാനമായിരുന്നു അത് നടപ്പിലാകണമെന്ന്, ഈ സംഘത്തിന്റെ അഹങ്കാരം അവസാനിക്കണമെന്ന്. ഇത് മാത്രമല്ല, ഈ പരാജയവും വിജയവും എന്ന് പറയുന്നത് ഒരു ചെറിയ പരാജയമല്ല, വലിയൊരു സൈന്യം, ഇതിന്റെ 3 ഇരട്ടി വരുന്ന സൈന്യം. നബി സഹാബത്തും 300-ൽ ചില്ലറ, മറ്റവര് 1000-ലേറെ. ഇന്നലെ നമ്മൾ ചരിത്രം പറഞ്ഞ ഉമൈർ ബിൻ വഹബിനെ ശത്രുക്കൾ അയക്കുന്നുണ്ട്. എത്ര എണ്ണം ഉണ്ട് ബദറിൽ വന്ന നബിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്ന് നോക്കാൻ. ഇയാൾ വലിയ ബുദ്ധിമാനാണ്, ഇയാൾ വലിയ ക്രാന്തദർശിയാണ് ഉമൈർ ബിൻ വഹബ്. അയാൾ വന്നിങ്ങനെ നോക്കിയിട്ട് വട്ടം ഒന്ന് കറങ്ങിയിട്ട് പറയുന്നുണ്ട്, തിരിച്ചു പോയിട്ട് ഒരു 300-ന്റെ അടുത്ത് വരും. ഒരുപക്ഷെ കുറച്ച് കുറയാം, കുറച്ച് കൂടാം. 300 അവരുടെ ഏകദേശ അളവ്. എന്താണ് ആ സൈന്യത്തിന്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഉമൈർ ബിൻ വഹബ് പറയുന്നുണ്ട്, ആ സൈന്യത്തെയും നിങ്ങളുടെ സൈന്യത്തെയും വിലയിരുത്തിയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളിൽ അവരിൽ ഒരാളെ കൊല ചെയ്താൽ കൃത്യം നിങ്ങളിലും ഒരാൾ കൊല ചെയ്യപ്പെടും. ഒന്നിനൊന്ന് വെച്ച് നിങ്ങൾ വീഴും. ആ കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് തോന്നുന്നില്ല. ആ സൈന്യം ദുർബലമാണെങ്കിലും ആ സൈന്യത്തെ കണ്ടിട്ട് എൻ്റെ വിലയിരുത്തലിതാണ്, നിങ്ങൾക്ക് അവരെ നിശേഷം നശിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ അവരിൽ വരുത്തുന്ന പരിക്ക് എത്രയാണോ അതേ പരിക്ക് നിങ്ങളിൽ ഏൽപ്പിക്കാൻ മാത്രം കരുത്ത് അവരിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് ഉമൈർ ബിൻ വഹബ് വളരെ കൃത്യമായി അവർക്ക് പറഞ്ഞു. കൂടാതെ പലരും അബൂജഹലിനോട് പറയുന്നുണ്ട്, ഈ യാത്ര അപകടത്തിലേക്കാണ്, ഈ യാത്ര അപകടമാണ്, അബൂജഹലെ നീ മടങ്ങിപ്പോകണം, നമ്മളുടെ കാര്യം നടന്നിരിക്കുന്നു, നമുക്ക് തിരിച്ചു പോകാം, ഇത് അപകടം പിടിച്ച യാത്രയാണ്. ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലുള്ളവർ പറയുന്നുണ്ട് മടങ്ങിപ്പോകണം. അബൂജഹൽ പറഞ്ഞു, അങ്ങനെ മടങ്ങിപ്പോകുന്നില്ല, ബദറിലെത്തണം, അവിടെ ഒരു 3 ദിവസം അടിച്ചു പൊളിക്കണം, കൊട്ടും കൊരവയുമായി വാദ്യമേളങ്ങളായി, അങ്ങനെ ആസ്വാദനമെല്ലാം കഴിഞ്ഞ് ഒരു 3 ദിവസം തകർത്തിട്ട് നമുക്ക് വിജയഭേരി മുഴക്കി മക്കയിലേക്ക് മടങ്ങിപ്പോകണം. ഇതാണ് അബൂജഹലിന്റെ അള്ളാഹുവിന്റെ തീരുമാനം. മറ്റൊന്നായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനം. ഇന്നലെ മിനിങ്ങാൻ നമ്മൾ പറഞ്ഞതുപോലെ ഭൗതികമായ സംവിധാനങ്ങൾ ഒരുപാടുണ്ട് എന്ന് വിചാരിച്ച സംഘത്തിന്റെ കയ്യിലുള്ള എല്ലാം വെറും നിഷ്പ്രഭമാവുകയും ആത്മീയമായ ശക്തി അതിന്റെ മേൽ തുല്യതയില്ലാത്ത ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്ത ഒരു അത്ഭുത കാഴ്ചയാണ് പിന്നെ നമ്മൾ ബദറിൽ. നബി സഹാബത്ത് ബദറിലെത്തി. ബദറിൽ നബി സഹാബത്തും ഒരിടത്ത് തമ്പടിച്ചു. അപ്പോൾ ഹുബാബ് ഇബ്നു മുൻദിർ എന്ന് പറഞ്ഞൊരു സഹാബി മുമ്പോട്ട് നബിയോട് ചോദിച്ചു, ഇത് ഇവിടെ തന്നെ നിൽക്കാൻ ആരുടെ തീരുമാനമാണ്? അള്ളാഹുവിന്റെ തീരുമാനമാണോ അതല്ല നബിയെ അങ്ങയുടെ തീരുമാനം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹിന്റെ തീരുമാനമല്ല, ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഹുബാബ് ഇബ്നു മുൻദിർ പറഞ്ഞു, ബദറിൽ ഒരു ജലശേഖരമുണ്ട്,
ഒരു കിണർ. ഇത് നമ്മളുടെ ഭാഗത്ത് വരണം. ഈ കിണറിന്റെ രണ്ട് സൈഡിലായിട്ടല്ല നമ്മൾ തമ്പടിക്കേണ്ടത്. ഈ കിണർ നമ്മളുടെ പുറകിൽ വരണം. ഈ വെള്ളം അവർക്ക് കിട്ടരുത്. ആ രീതിയിലായിരിക്കണം നമ്മുടെ സൈന്യത്തെ തയ്യാറാക്കുക. ഹുബാബ് ബിൻ മുൻദിറിന്റെ അഭിപ്രായം നല്ലതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിണറിന്റെ കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന് തമ്പി. കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ സംഘം വന്നു. അവർ നോക്കുമ്പോൾ ബദറിൽ അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണ്. അവിടെ വന്ന് ചെറിയ കച്ചവട മാർക്കറ്റ്, ബദറിൽ വാർഷിക മാർക്കറ്റ് നടക്കുന്ന സ്ഥലമാണ് ബദർ. എല്ലാവർക്കും പരിചയമായ സ്ഥലമാണ്. ബദർ പോയി സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, കുറച്ച് വിശാലമായ ഒരു പ്രദേശമാണ്. അങ്ങനെ അവർ വന്ന് നോക്കുമ്പോൾ ഈ വെള്ളം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അന്ന് രാത്രി നല്ലൊരു മഴ പെയ്തു. വിശുദ്ധ ഖുർആൻ ആ മഴയെ സംബന്ധിച്ച് പോലും പറയുന്നുണ്ട്. ബദറിൽ കിട്ടിയ ആ മഴ നിങ്ങളുടെ മനസ്സിനുള്ള ആശ്വാസമായിരുന്നു, നിങ്ങളെ ശുദ്ധീകരിക്കാനുള്ളതായിരുന്നു, അള്ളാഹു തന്ന അനുഗ്രഹമായിരുന്നു ആ മഴ. അങ്ങനെ ആ മഴയെക്കുറിച്ച് പോലും അള്ളാഹു പരാമർശിച്ചു. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക സമൂഹത്തിന് ഭൂമിയും കാലാവസ്ഥയും സാഹചര്യങ്ങളും എല്ലാം അനുകൂലമാക്കി കൊടുക്കുകയും മറുസംഘത്തിന് ഇതെല്ലാം പ്രതികൂലമായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ബദർ നമ്മൾ കാണുന്നത്. ബദർ മാത്രം പറയാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ബദർ ഒന്ന് സൂചിപ്പിച്ചിട്ട് സ്ഥിരം ക്ലാസ്സിലേക്ക് പോകണമെന്നാണ് വിചാരം. പക്ഷെ എന്താവും അറിയില്ല. പിന്നെ അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുബാബ് ബിൻ മുൻദിറിന്റെ അഭിപ്രായം സ്വീകരിച്ചു. റളിയല്ലാഹു അൻഹു. മറ്റേ സൈന്യം വന്നു. രാത്രി ഒരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ അന്ന് അവിടുത്തെ ഭൂമിയാണ് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും, തടം കെട്ടി നിൽക്കും വെള്ളം. അങ്ങനെ നബിയും സഹാബത്തും ഒരു വെള്ളച്ചാലുണ്ടായിരുന്ന ഭാഗം തടം കെട്ടി നിർത്തി. അവിടെ കുറച്ച് വെള്ളം അങ്ങനെയും ലഭിച്ചു. മറ്റവർ വന്ന് നോക്കുമ്പോൾ വെള്ളത്തിന്റെ സാധ്യതകളൊന്നും അവരുടെ കയ്യിലില്ല. ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറഞ്ഞൊരാള് അവിടെ നിന്ന് വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ വെള്ളം ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്കും കുടിക്കാൻ ആവശ്യമുണ്ട്. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതാണ് നബിയും സഹാബത്തും ചെയ്യുന്നത്. വെള്ളം കുടിക്കുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അത് അവരെ മാനസികമായി ദുർബലപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പൊതുവായി വന്നതാണ്. ഇവരെ തടം കെട്ടി നിർത്തിയതാണ്. അതുപോലെ തടം കെട്ടി നിർത്താനുള്ള അവസരം അവർക്കും ഉണ്ടായിരുന്നു, അവരെ ചെയ്തില്ല. ഏതായാലും നബിയും സഹാബത്തും ഈ വെള്ളം തടം കെട്ടി നിർത്തിയിടത്ത് അതിൽ നിന്നും വെള്ളം എടുക്കാൻ വേണ്ടി ഹക്കീം ഇബ്നു ഹിസാം വന്നു. ഹക്കീം ഇബ്നു ഹിസാമിനെ കുറിച്ച് നമ്മൾ അടുത്തൊരു ദിവസം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരന്റെ മകനാണ് ഹക്കീം ഇബ്നു ഹിസാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹക്കീമിനെ വിട്ടേക്ക്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആളാണ്, തൽക്കാലം അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ, അദ്ദേഹത്തെ ഒന്നും ചെയ്യേണ്ട, അദ്ദേഹത്തെ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അസ്വദ് എന്ന് പറയുന്ന ഒരാൾ വന്നത്. ഈ സമയത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങ് ഒരു തമ്പിൽ വിശ്രമിക്കണം. അങ്ങനെ ഒരു അരീഷ്, ഒരു കൂടാരം കിട്ടും. അവിടെ ഇപ്പം മസ്ജിദ് അരീഷ് എന്ന് പറഞ്ഞിട്ട് ബദറിൽ പോകുന്നവർ കണ്ടിട്ടുണ്ടോ? മസ്ജിദ് അരീഷ്, കൂടാരം എന്നാണ് അരീഷിന്റെ അർത്ഥം. ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു മസ്ജിദ് ആ സ്ഥലത്താണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ആ ബദർ മൈതാനത്തിന്റെ ഒരു അതിർത്തിയിലാണ് ആ പള്ളി നിൽക്കുന്നത്. ആ കൂടാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ഒരു യുദ്ധ മൈതാനത്തിൽ, അസ്വദ് എന്ന് പറയുന്ന ആൾ വരുന്നു. അദ്ദേഹം ഈ വെള്ളം തടം കെട്ടി നിർത്തിയത് പൊളിക്കാൻ ശ്രമിക്കുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കൊല ചെയ്യുന്നു. അവിടെ നിന്നാണ് യുദ്ധം ആരംഭിക്കുന്നത്. പിന്നെ അവരിൽ നിന്ന് 3 പേര് വരുന്നു. ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്. ഉത്ബത്തിന്റെ സഹോദരനാണ് ഷൈബത്ത്, ഉത്ബത്തിന്റെ മകനാണ് വലീദ്. 3 പേര്, ഉപ്പയും സഹോദരനും മകനും 3 പേര് വന്നിട്ട് ആരുണ്ട് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ, പോരടിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സഹാബാക്കളുടെ കൂട്ടത്തിൽ 3 അൻസാറുകൾ അങ്ങോട്ട് അവരെ നേരിടാൻ വേണ്ടി പോകും. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളാരാ? നിങ്ങൾ മദീനക്കാരല്ലേ, നമ്മളും നിങ്ങളോടൊരു പ്രശ്നവുമില്ല, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കേണ്ട കാര്യം, നിങ്ങൾ പൊയ്ക്കോളി. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കുറെ കുടുംബക്കാർ അവിടെ നിന്ന് നാട് വിട്ട് നിങ്ങളുടെ കൂടെ വന്ന് ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് അവരെയാണ്, അവരെ ഇങ്ങോട്ട് അയക്കും, നിങ്ങൾ പൊയ്ക്കോ, നമ്മളുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു
ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൻ്റെ രംഗത്തേക്ക്, പ്രതിസന്ധികളുടെ ഘട്ടത്തിലേക്ക് ആദ്യമായി ഇറക്കി വിട്ടതെല്ലാം നബിയുടെ ബന്ധുക്കളെ, കുടുംബക്കാരെയാണ്. വേറെ ആരെയും വിട്ടിട്ടില്ല. ആദ്യകാല പല സംഭവങ്ങളിലും നമുക്ക് കാണുന്നത് നബിയുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്തടുത്തടുത്ത ആൾക്കാരെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലേക്ക്, മൈതാനത്തിലേക്ക് ഇറക്കി. നബി പറഞ്ഞു, ഖും യാ അലി, അലി നീ എഴുന്നേക്ക്. അലി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ താലിബിന്റെ മകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് അലി റളിയല്ലാഹു അൻഹു വളർന്നത്. കുട്ടിക്കാലം മുതൽ അലി റളിയല്ലാഹു അൻഹു റസൂലിന്റെ വീട്ടിൽ വളർന്നതാണ്. നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂത്താപ്പയുടെ മകനാണ്. ആദ്യമേ തന്നെ ഇറക്കി വിടുന്ന അലി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ സഹോദരനായ ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു നബിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ പ്രായക്കാരും കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാരുമാണ്. രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് രണ്ടുപേരും. റദാഅത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ അറബികളുടെ ഇടയിൽ ഈ മുലകുടി ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഒരേ വീട്ടിൽ തന്നെയാണ് ഇവര്. ഒരേ സ്ത്രീയുടെ അടുത്ത് നിന്ന് തന്നെ പാല് കുടിച്ചിട്ടുള്ളവരുമാണ്. അങ്ങനെ വളരെ അടുത്ത കുടുംബക്കാരൻ, എല്ലാ നിലയിലും ഒന്നായി വളർന്ന കളിക്കൂട്ടുകാരൻ ഹംസ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഹാരിസ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മൂത്താപ്പയാണ്. മറ്റൊരു മൂത്താപ്പയുടെ മകൻ, അഥവാ ഉപ്പയുടെ സഹോദരൻ. ഒരാൾ ഉപ്പയുടെ സ്വന്തം സഹോദരൻ, വേറെ രണ്ടുപേര് ഉപ്പയുടെ സഹോദരങ്ങളുടെ മക്കളാണ്, ഉബൈദയും അലി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ആ യുദ്ധം ആരംഭിക്കുന്നത്. അങ്ങനെ ഇവർ മൂന്ന് പേരും മറ്റേ മൂന്ന് പേരെയും കൊല ചെയ്യുന്നതും പിന്നെ കൂട്ടമായ യുദ്ധങ്ങൾ നടക്കുന്നതും. ഏതായാലും ആ യുദ്ധം അവിടെ നിർണായകമായ ഒരു പോരാട്ടം. മഹാനായ അബുൽ ഹസൻ അലി നദ്വി റഹിമഹുല്ലാഹ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ആ കൂടാരത്തിൽ ഇരുന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത ലം തുഅബദ്. അല്ലാഹുവേ, ഒരു ദുർബലമായ സംഘം, അവര് കൗമൻ ചെരുപ്പ് ധരിക്കാൻ ഗതിയില്ലാത്തവരാണ്, ആഹാരത്തിന് ഗതിയില്ലാത്തവരാണ്, വസ്ത്രത്തിന് ഗതിയില്ലാത്തവരാണ്. ഇങ്ങനെ ഒരു കുറച്ച് പാവങ്ങൾ, സാധുക്കൾ, ആയുധമില്ലാത്തവർ, ഒന്നുമില്ലാത്തവർ രണാങ്കണത്തിലാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത ലാ തുഅബദ്. അല്ലാഹു, ഈ സംഘമെങ്ങാനം ഇന്ന് ഇവിടെ പരാജയപ്പെട്ടാൽ പിന്നെ ലോകത്ത് അള്ളാനെ വിളിക്കാൻ ആളുണ്ടാകില്ല. കാരണം ഇതോടുകൂടി ഇസ്ലാമിൻ്റെ കഥ അവസാനിക്കും. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. അവിടെ നിന്ന് കുറേ അത് ശ്രമിച്ചതാണ്. പിന്നെ മദീനയിലും വന്നവർക്കത് സാധിച്ചാൽ പിന്നെ കൂടെ ആളുണ്ടാകില്ല, എല്ലാവരും നശിപ്പിക്കപ്പെടും. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത ലാ തുഅബദ്. നദ്വി സാഹിബ് എഴുതുന്നത് ഇങ്ങനെയാണ്: ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന മുഴുവൻ ഇസ്ലാമികമായ കേന്ദ്രങ്ങളും ബദറിനോട് കടപ്പെട്ടു നിൽക്കുക. കാരണം അന്നത്തെ ബദറിന്റെ വിജയമാണ് ഇതിനെല്ലാം നിലനിർത്തിയത് എന്ന് റസൂലാണ് പറഞ്ഞത്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബത ലാ തുഅബദ്. അതുകൊണ്ട് തന്നെ ബദറിന് വലിയ ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. ആദ്യത്തെ യുദ്ധം എന്ന നിലയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികമായ എല്ലാം ഉണ്ടായിരുന്ന ഒരു സംഘത്തിന്റെ മേലെ ദുർബലരായ ഒരു സംഘം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം കൊണ്ട് വിജയിച്ച ഒരു ചരിത്രം ബദർ യുദ്ധത്തിനുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബദറിന്റെ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദുആ ദീർഘമായി നീണ്ടുപോയി. ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് കാര്യങ്ങൾ ഒരേപോലെ നടക്കുക, അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒരേപോലെ നടക്കുക. ഒന്ന്, ബദറിൽ കുറെ പാവങ്ങൾ ഇറങ്ങി ജീവൻ മറന്ന് പോരടിക്കുക. മറുഭാഗത്ത് ആ കൂടാരത്തിന്റെ ഉള്ളിൽ, തമ്പിന്റെ ഉള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനിക്കാത്ത ദുആയിലാണ്, നിരന്തരമായ ദുആയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് തങ്ങളുടെ തോളിൽ കിടന്ന ആ രണ്ടാം മുണ്ട്, ആ മേൽവസ്ത്രം താഴേക്ക് വീണു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ മേൽമുണ്ടെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ വെച്ചിട്ട് പറഞ്ഞു, മതി നബിയെ, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, അള്ളാഹു അവൻ്റെ വാഗ്ദാനം പാലിക്കാതിരിക്കില്ല. തീർച്ചയായിട്ടും ഈ സംഘം വിജയിക്കുക തന്നെ ചെയ്യും.
അതുകൊണ്ട് ദുആ ചെയ്തത് മതി നബിയെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ദുആയിൽ തുടർന്നു. നിരന്തരമായ ദുആയാണ്. അല്ലാഹു തആല ചെയ്ത വാഗ്ദാനമാണ്. അല്ലാഹു തആല പറയുന്നത് ഇത് യഅദുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. അല്ലാഹു തആല വാഗ്ദാനം ചെയ്തത് പാലിക്കും, ലംഘിക്കില്ല. അത് ഉറപ്പാണ്, അത് വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണെങ്കിലും ദുആ തുടർന്നുകൊണ്ടേയിരുന്നു, നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അത്ഭുതകരമായ വിജയം ബദറിൽ സഹാബാക്കൾ നേടുകയും മലായിക്കത്തുകളുടെ വലിയ സംഘം ബദറിൽ ഇറങ്ങിയെന്ന് വളരെ പ്രബലമായ റിവായത്തുകൾ, റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. ചില മനുഷ്യർ വെട്ടേറ്റ് കിടന്നത് നീല അടയാളം ഉണ്ടായിരുന്നു, നീല കളറിലായിരുന്നു. കാരണം മലായിക്കത്തുകളുടെ വെട്ടാണ് അവരുടെ ശരീരത്തിലേറ്റിട്ടുള്ളത്. അതുകൊണ്ടാണ് കളറ് പോലും മാറിപ്പോയത്. സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആയുധമെടുത്ത് ഇങ്ങനെ ആയുധം ഓങ്ങുമ്പോഴേക്ക് അയാൾ തറയിൽ വീണിട്ടുണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ മീകായിൽ ആഖിദുൻ ബിഐനാനി ഫർസി, നിങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ നോക്കിക്കോ, മീകായിൽ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ച് ബദറിൽ നിൽക്കും. ഇത് ഒരു സംഘം വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് നേടിയെടുത്ത അനുകൂലമായ സാഹചര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായമാണ്. അതിലൂടെ ഭൗതികമായ ഒന്നുമില്ലാതിരുന്നിടത്തും ആ സംഘം അത്ഭുതകരമായ വിജയം നേടിയെടുത്തു. എത്ര പേരാണ് ബദറിൽ കൊല ചെയ്യപ്പെട്ടത്? സാധാരണ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പറയും, വാളുകൊണ്ടാണത് വളർന്നത്, വാളുകൊണ്ടാണ് വളർന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വാടയാണ് കോടയാണെന്നൊക്കെ. ഇസ്ലാമിക യുദ്ധങ്ങളിൽ ആകെ കൊല ചെയ്യപ്പെട്ടവരുടെ കണക്കെടുത്താൽ ഒരു 100-500 റസൂൽ നബിയുടെ കാലഘട്ടത്തിൽ, എൻ്റെ ഓർമ്മ ഒരു 250-300 മേലെ പോല, അത്രേ ഉള്ളൂ. നമ്മുടെ പുതിയ ലോകം മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഇങ്ങനെ നെടുങ്കൻ വർത്താനം പറയുന്ന പുതിയ ലോകത്ത് ഇന്ന് എത്ര എണ്ണം മരിച്ചിട്ടുണ്ടെന്ന് ഇന്ന് ഗസയിൽ കൊണ്ടുപോയിട്ട് തള്ളിയിട്ടുണ്ട്. ഇന്നലേക്ക് ഗസയിൽ ആളിങ്ങനെ കൊന്നു തീർത്തോണ്ട് മനുഷ്യജീവനെ ഒരു വിലയും കൽപ്പിക്കാത്ത ഈ ലോകത്ത് നിന്നുകൊണ്ട് റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി നടത്തിയ ഒരു ധർമ്മസമരത്തെ ഒരു വലിയ ക്രൂരതയായി കാണുന്നവരുണ്ട്. നബിയുടെ ഈ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് 14 പേര് ഷഹീദായി. 14 പേര്. മറുസംഘത്തിൽ നിന്നും 70 പേര്. 84 പേരാണ് ബദർ യുദ്ധത്തിൽ ആകെ. 2 കൂട്ടത്തിൽ നിന്നും ആകെ കൊല ചെയ്യപ്പെട്ടത് 84 പേരാണ്. അത്രേ ഉള്ളൂ. വലിയ തുകയൊന്നും പറയാനില്ല. വലിയ തുകയിൽ നടക്കുന്നതൊക്കെ ഇപ്പോഴാണ്. എവിടെയെങ്കിലും കിട്ടുന്നിടത്തെല്ലാം കൊണ്ടുപോയി മനുഷ്യജീവൻ ഒരു വിലയും കൊടുക്കാതെ കൊന്നുകൂട്ടുന്നു. എന്നിട്ട് ഈ കാലത്ത് നിന്നുകൊണ്ട് പറയും, അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഈ അടുത്തൊരു ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്, സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഒരാളൊറ്റയ്ക്ക് വാളുമായിട്ട് ഇറങ്ങിയാൽ ആളെ കിട്ടുമോ? ദഅവത്ത് തുടങ്ങിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നല്ലേ? നബി ഒറ്റയ്ക്കല്ലേ തുടങ്ങിയത്? അതോ ഒരു 5000 നബിമാരെ ഒന്നിച്ചിങ്ങോട്ട് അയച്ചോ? അങ്ങനെയല്ലല്ലോ. ഒരൊറ്റ നബിയിൽ നിന്നാണല്ലേ തുടങ്ങിയത്. ആ ഒറ്റ നബി വാളുമായിട്ട് ഇറങ്ങാണ്. ഇപ്പൊ വിശ്വസിച്ചില്ലെങ്കിൽ നട്ടിക്കളയും. എങ്ങനെ ഉണ്ടാവും? ആദ്യത്തെ ഒരൊറ്റ ഇറക്കലേ ഉണ്ടാവുള്ളൂ, പിന്നെ ഇറങ്ങല അയാൾ. പക്ഷെ വാളെടുക്കണമെങ്കിൽ അതിന് കരുത്തുണ്ടാകണ്ടേ? യുദ്ധം എന്ന് പറയുന്നത് കരുത്തുള്ളവർ ചെയ്യുന്നതാണ്, ദുർബലർ ചെയ്യുന്നല്ലോ. ദുർബലരെവിടെ യുദ്ധം ചെയ്യുന്നത്? ദുർബലരെ അടി കൊണ്ടിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആയുധം എടുക്കാൻ ശേഷി ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ആയുധം എടുക്കുന്നത്. ഇല്ലെങ്കിൽ ദുർബലർ ചെയ്യുന്നതല്ല യുദ്ധം, കരുത്തന്മാർ ചെയ്യുന്നതാണ്. അപ്പൊ ആയുധം എടുക്കാനുള്ള കരുത്ത് നേടണ്ടേ? അതെവിടെ നിന്നാ നേടിയത്? ഏറ്റവും ചുരുങ്ങിയത് വാളുകൊണ്ടാണ് പ്രചരിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും വാളെടുത്ത സാഹചര്യം എന്താണെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒരു നിലയിലും ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മക്ക വിട്ട് മദീനയിലേക്ക് പോയ സംഘത്തെ മദീനയിൽ ചെന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആയുധം വാങ്ങിക്കൂട്ടാൻ വേണ്ടി പ്രത്യേകമായ ഒരു വലിയ ഫണ്ടിങ് നടക്കുകയും അതൊരു വലിയ കച്ചവടമാക്കി മാറ്റുകയും അതിന്റെ ലാഭം കൊണ്ട് മദീനയെ ആക്രമിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ നബിയും സഹാബത്തും ഗത്യന്തരമില്ലാതെ ആയുധമെടുത്തതാണ് ബദറിന്റെ ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത്
സർവ്വ സാഹചര്യങ്ങളും നബിക്കും സഹാബത്തിനും അനുവദനീയമാക്കി കൊടുത്തപ്പോൾ നേടിയതാണ് ബദറിന്റെ വിജയം. അല്ലാതെ നബിയുടെ ആയുധം കൊണ്ട് നേടിയതല്ല, അംഗബലം കൊണ്ട് നേടിയതല്ല, ഒന്നും കൊണ്ട് നേടിയതല്ല. അള്ളാഹു സുബ്ഹാനഹു പ്രത്യേകമായ തീരുമാനപ്രകാരം ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം റസൂലിന് അനുകൂലമാക്കി കൊടുത്തപ്പോ ബദർ ഒരു മഹാവിജയമായി മാറി. മറുഭാഗത്ത് വന്നവര് ദുർബലരായി, തികച്ചും നാണം കെട്ട പരാജയം എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നാണം കെട്ട പരാജയം. മക്കയുടെ അവസ്ഥ എന്തായി പോയെന്ന് വെച്ചാല് ഒരാളും കരയാൻ പാടില്ല എന്നാണ് മക്കയിലെ നിയമം. ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ വന്ന നിയമമാണ്. ഒരാളും കരയരുത്, കരച്ചിൽ നിരോധിച്ചിരിക്കുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഒരു മനുഷ്യന്റെ സങ്കടം തീർക്കാൻ വേണ്ടി പടച്ചവൻ മനുഷ്യ സമൂഹത്തിന് കൊടുത്ത വലിയൊരു നിയമത്താണ് കരച്ചിൽ, അല്ലേ? സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്താണ് ചിരി. കരച്ചിൽ അങ്ങനെ തന്നെ അള്ളാഹു കൊടുത്താണത്. കരഞ്ഞിട്ടാണ് മനുഷ്യൻ സങ്കടം തീർക്കുന്നത്. മക്കയിൽ പൊതുവായ പ്രഖ്യാപനം വന്ന് ഒരാളും കരയാൻ പാടില്ല. ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ ദൂരത്തുനിന്ന് എവിടുന്നോ ഒരു കരച്ചിൽ കേൾക്കുന്നു. ഇദ്ദേഹത്തിന്റെ 2 or 3 മക്കൾ ബദറിൽ കൊല ചെയ്യപ്പെടുന്നു. അപ്പൊ ഇവിടുന്നോ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഒന്ന് കരഞ്ഞാൽ കൊള്ളാന്ന് ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. കരച്ചിൽ നിരോധിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചു പോയി, ആളെ വിട്ട് അയച്ചു. ആരാണ് ആ കരയുന്നത്, എന്താണ് അയാൾ കരയുന്നതിന് കാരണം? അയാളുടെ ഒരു കഴുത കാണാതെ പോയവനാണ് കരയുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, കഴുത കാണാതെ പോയവന് കരയാം, മക്കൾ മരിച്ചവന് കരയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോയെന്നാണ് അദ്ദേഹം സങ്കടത്തോട് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തി. കാരണം നാണക്കേട് മറക്കണം. നാണക്കേട് മറക്കണം. നാണക്കേട് മറക്കാനുള്ള മാർഗം എന്താണ്? സങ്കടം വന്നാലും ബലം പിടിച്ചടക്കുക. അത് തന്നെ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. കൈയുടെ കാലിന്റെ മുട്ടൊക്കെ ഒടിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്നാലും എഴുന്നേറ്റിട്ട് നാളെ സൈക്കിളിൽ നിന്ന് വീഴുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയും. അതങ്ങനെയാണ്. സൈക്കിളിൽ നിന്ന് വീണ ഉടനെ ഒന്ന് ചിരിക്കണമെന്നാണ് പഴയ കാലം പോലെ പറയാം. എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ഒന്നുറങ്ങി എണീക്കുമ്പോഴാണ് എവിടെയൊക്കെയാണ് പറ്റിയെന്നുള്ള കാര്യം അറിയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു അപകടം പറ്റിക്കഴിയുമ്പോൾ എനിക്കൊന്നും ആയില്ല എന്ന് പറഞ്ഞ് ഒരു ആശ്വാസം കൊള്ളുക, ദുഃഖങ്ങളൊന്നും പുറത്ത് കാണിക്കാതിരുന്ന് ഒന്ന് മസിൽ പിടിച്ച, ഇതാണ് മക്കക്കാർ ചെയ്തത്. സത്യത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. പക്ഷെ മറുഭാഗത്ത് നബിയും സഹാബത്തും അവരിൽ നിന്ന് കുറെ ആൾക്കാരെ തടവിൽ പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അവർക്ക്, ആ തടവുകാർക്ക് കൊടുക്കുന്ന ആഹാരം അബുൽ ആസിബിൻ റബീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാണ്. മകളുടെ ഭർത്താവ് അബുൽ ആസിബിൻ റബീഅ, അദ്ദേഹം പിൻകാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. അന്ന് ബദറിലാണ്, ശത്രുക്കളുടെ കൂട്ടത്തിലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിമീങ്ങള് റൊട്ടിയും ഈന്തപ്പഴവും കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അവർ ഈന്തപ്പഴം കഴിക്കും. ഞങ്ങൾക്ക് ആവശ്യത്തിന് റൊട്ടി തരും, ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ഞങ്ങൾക്ക് ആവശ്യത്തിന് തരും. ഞങ്ങളെ ആവശ്യത്തിന് തിന്നതിന് ശേഷം ബാക്കിയുള്ളത് എന്താണോ അതാണ് സഹാബാക്കൾ ഭക്ഷിച്ചത് എന്ന് ആ സമയത്തെ അവസ്ഥ അബുൽ ആസിം റബിയ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അബുൽ ആസിന്റെ മോചനദ്രവ്യമായി കൊണ്ടുവന്ന ഒരു മാലയാണ്. മാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അണിഞ്ഞിരുന്ന മാലയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ദുഃഖമായി. കാരണം ഖദീജ റളിയല്ലാഹു അൻഹ മകളുടെ വിവാഹ സമയത്ത് കൊടുത്ത മാലയാണ്. ആ മാല മകള് ഭർത്താവിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് കൊടുത്തയച്ചിരിക്കുകയാണ്. ആ മാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുമ്പോൾ നബിയുടെ കണ്ണ് നിറയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയിലേക്ക് ഓർമ്മയെത്തുന്ന ഒരു അവസ്ഥ. ചുരുക്കത്തിൽ ഈ ഒരു പല അവസ്ഥകൾ, ബദറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകേണ്ടതുണ്ട്. ഏതായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലരായ ഒരു സംഘത്തെ സഹായിക്കാൻ തീരുമാനിച്ചു. അത് ബദറിലൂടെ അല്ലാഹു തആല യാഥാർത്ഥ്യമാക്കി കാണിച്ചു. അത് ഈ സമൂഹത്തിൻ്റെ വിജയമായിരുന്നു. എക്കാലത്തും നേരത്തെ ഞാൻ നദ്വി സാഹിബിൻ്റെ വാക്ക് പറഞ്ഞതുപോലെ എക്കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹം അവരോട് കടപ്പെട്ടു നിൽക്കുകയാണ്. ഹാത്തബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു മക്ക ഫതഹിന്റെ തൊട്ട് മുമ്പുള്ള സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് സൈനികമായ നീക്കം നടത്തുകയാണെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും പറയാറില്ല. പക്ഷേ മക്ക ഫതഹിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്കുള്ള മടങ്ങിപ്പോക്ക്
സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവാണ്. അവിടേക്കൊരു സൈനികമായ നീക്കം നടക്കാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയിലേക്ക് നമ്മൾ പോകാൻ തീരുമാനിക്കുന്നു ഇന്ന ദിവസം. അപ്പോൾ ഹാത്തബ് ബിൻ അബി ബൽതഅ എന്ന് പറഞ്ഞൊരു സഹാബി ഒരു കത്തയച്ചു മക്കക്കാർ, ഇവിടെ നിന്ന് നബിയും സൈന്യവും അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കരുതിയിരുന്നോളാനാണ് പറഞ്ഞത്. സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീക്കം രഹസ്യമായി മക്കക്കാർക്ക് കൈമാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് അലി റളിയല്ലാഹുവിനെയും സുബൈർ റളിയല്ലാഹുവിനെയും മിഖ്ദാദ് റളിയല്ലാഹുവിനെയും മൂന്നുപേരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പോകണം. ഒരു ഇന്ന തോട്ടത്തിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കത്തുണ്ട്. ആ കത്ത് വാങ്ങിയിട്ട് വരണം. ഈ മൂന്ന് സഹാബകൾ അതിവേഗത്തിൽ പോയപ്പം റസൂല് പറഞ്ഞിടത്ത് ഒരു പെണ്ണ്. സഹാബാക്കൾ പറഞ്ഞു, ആ കത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഈ പെണ്ണുമ്പിള എന്ത് കത്ത്, ഏത് കത്ത്, എൻ്റെ കയ്യിൽ കത്തുന്നു. അപ്പൊ റസൂല് പറഞ്ഞാണ്, അവർക്ക് ഉറപ്പാ കത്തുണ്ടെന്നുള്ള കാര്യം, അവർക്ക് ഉറപ്പ്. മര്യാദയ്ക്ക് കത്തെടുത്തോളൂ, ഇനി വേറെ വർത്താനൊന്നും കൂടുതൽ പറയണ്ട, കത്ത് കിട്ടിയേ പറ്റൂ. നിർവാഹമില്ല എന്ന് കണ്ടപ്പോൾ ഈ മുടിക്കുത്തിൻ്റെ ഇവിടെ നിന്നൊരു ചെറിയ പേപ്പർ, ഒരു ചെറിയ സാധനം എടുത്തിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. തുറന്നു നോക്കുമ്പോൾ ഹാത്തബ് ബിൻ അബീ ബൽതഅയുടെ എഴുതിയ കത്താണ്. കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബദറിൽ നബിയും സഹാബത്തും മക്കയിലേക്ക് ഒരു സൈനിക നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തബിനെ വിളിച്ചു. എന്താ ഹാത്തബ് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നു? നമ്മുടെ രഹസ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. അപ്പൊ സഹാബാക്കൾ പലരും പ്രക്ഷുബ്ധമായി, അന്തരീക്ഷമാകെ പ്രക്ഷുബ്ധമായി, രഹസ്യങ്ങൾ ചോർത്ത് കൊടുക്കുന്നു. ചാരൻ നമ്മുടെ കൂട്ടത്തിൽ ആകെ വിഷയമായി. മർദിയതാന്ന് പറഞ്ഞു, കൊന്നുകളണം അയാളെ, വെച്ചോണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശാന്തമായിട്ട് പറഞ്ഞു. ഹാത്തബിനോട് ചോദിച്ചു, എന്താ ഹാത്തബ് എങ്ങനെ ചെയ്തത്? അപ്പോൾ ഹാത്തബ് ഉള്ള കാര്യം തുറന്നു. നബിയെ, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരും ഒക്കെ അവിടെ കുടുംബക്കാരുണ്ട്, നിങ്ങളുടെ കുടുംബക്കാരവിടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ പെണ്ണുങ്ങളും മക്കളും അവിടെയുണ്ട്. ഒരു സൈന്യം അങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ കുട്ടികളെയും മക്കളെയൊക്കെ സംരക്ഷിക്കാൻ നിങ്ങളുടെ കുടുംബക്കാർ അവർ സംരക്ഷിച്ചോളും. പക്ഷെ എൻ്റെ ആൾക്കാർ അവിടെയുണ്ട്, എൻ്റെ കുടുംബക്കാർ, എൻ്റെ വേണ്ടപ്പെട്ടവരവിടെയുണ്ട്, അവരെ സംരക്ഷിക്കാൻ അവിടെ ഒരാളും ഇല്ല. അത് ഓർത്തിട്ട് എൻ്റെ പ്രയാസം കൊണ്ട് ഞാൻ എഴുതിയതാണ് ഈ കത്ത്. ഞാൻ ഇങ്ങനെ ഒരു കത്തെഴുതുമ്പോൾ ആ നാട്ടുകാരെന്താ മനസ്സിലാക്കുക? അവിടെ നിന്നിട്ടും നമ്മളോട് സഹകരിച്ച ആളാണ്. അതുകൊണ്ട് ഹാത്തബിൻ്റെ പെണ്ണുങ്ങളെയും അവരുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളെയും കുട്ടികളെയും നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ ഒരു ബാധ്യതയായിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ട സാധുക്കൾക്ക് ഒരു സംരക്ഷണം മക്കക്കാർ നൽകും എന്നൊരു പ്രതീക്ഷയും ഞാൻ കത്തെഴുതി. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ എൻ്റെ വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനും വേണ്ടി ചെയ്തതാണ്. അല്ലാതെ ദീനനെ നിഷേധിച്ചതിൻ്റെ പേരിലോ അങ്ങയോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ അങ്ങയുടെ രഹസ്യങ്ങൾ ചോർത്താനോ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാത്തബിനെതിരെ ഉറഞ്ഞു നിൽക്കുന്ന സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തറിയാം? ഹാത്തബ് ബദറിൽ പങ്കെടുത്ത ബദറിൽ പങ്കെടുത്തവരുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു അവർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇഫ്അലൂ മാ ശിഅ്തും വഖദ് ഗഫർതു ലക്കും. അവരുടെ ഭാഗത്തു നിന്നും എന്ത് തെറ്റുകൾ സംഭവിച്ചാലും അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ബദരീങ്ങൾ അങ്ങനെയുള്ളവരാണ്. ബദറിൽ പങ്കെടുത്തവരുടെ മഹത്വം അതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ബദറിൽ പങ്കെടുത്തവരെ മനസ്സിലാക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളവർ ബദറിൽ പങ്കെടുത്തു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഞങ്ങൾ മലായിക്കത്തുകളും അങ്ങനെ തന്നെയാണ്. മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദരണീയർ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയും. അങ്ങനെ ഉള്ള വലിയ മഹത്വമുള്ള ഒരു സംഘമാണ് ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ പ്രത്യേകമായ ആദരവും അംഗീകാരവും. അതുകൊണ്ടാണ് പല സഹാബാക്കളും ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ വിഷമം പറയാറുണ്ട്. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണമാണ്. അനസ് ബിൻ നദർ റളിയല്ലാഹു
അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ വിഷമം എനിക്ക് മാറില്ല. ഇനി എങ്ങാനും എനിക്കൊരു അവസരം കിട്ടിയാൽ സയറല്ലാഹു മാ അഫ്അൽ, അന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അല്ലാഹ് കാണും എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രതിജ്ഞ. ബദറിൽ കിട്ടാത്തതിൻ്റെ, അവസരം കിട്ടാത്തതിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുമെന്ന്. സയറല്ലാഹു മാ അഫ്അൽ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന അല്ലാഹ് കാണും എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സേവനം ഞാൻ നിർവഹിച്ചിട്ടുണ്ടാവും ഇനി അടുത്ത കിട്ടുന്ന അവസരത്തിൽ. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ എല്ലാവരും വന്ന് ചിതറി ഓടിയ സമയത്ത് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ആയുധവുമായിട്ട് മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അനസ് ബിൻ നദർ പറഞ്ഞു, എങ്ങോട്ടാണ് സഅദേ ഓടുന്നത്? ഉഹദിന്റെ മലയടിവാരത്തിൽ സ്വർഗത്തിന്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഷഹാദത്തിന്റെ ഒരു അവസരം എൻ്റെ മുമ്പിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഈ അവസരം ഞാൻ പാഴാക്കില്ല, കാരണം ബദറിലെ നഷ്ടം നികത്താൻ ഉഹദിലെ ഒരു ഷഹാദത്ത് കൊണ്ടേ എനിക്ക് കഴിയൂ എന്ന് വിചാരിച്ച അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു സഹാബ. ചുരുക്കത്തിൽ ബദർ ഒരു വലിയ ചരിത്രമാണ്, വലിയ ഒരു ആവേശമാണ്. ബദർ ഒരു മഹത്തായ വിജയത്തിന്റെ ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ പ്രത്യേകമായി അനുഗ്രഹിച്ച, വിജയം നൽകിയ ചരിത്രമാണ് ബദർ യുദ്ധത്തിനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെയും കയ്യിലുള്ള ശേഷികൾ, നമ്മുടെയൊക്കെ നാവിൻ്റെ, നമ്മുടെയൊക്കെ പേനയുടെ ഒക്കെ ശേഷി, നമുക്കെല്ലാം എഴുതാൻ അറിയാവുന്നവരുണ്ട്, വർത്തമാനം പറയാൻ അറിയാവുന്നവരുണ്ട്. ഇതൊക്കെ ദീനിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, സമൂഹത്തിലേക്ക് നന്മകൾ പകർന്നു കൊടുക്കാനുള്ളതാണ്. ആ നിലയിൽ നമ്മളുടെ കഴിവുകളെയും ശേഷികളെയും ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.